ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്യോപ്യയിലെ ചക്രവർത്തിയായിരുന്ന നജാഷി മരണപ്പെട്ടപ്പോൾ ആ ക്രിസ്ത്യൻ രാജാവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും റളിയല്ലാഹു അൻഹും മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടെന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയ സി.എച്ച്. മുസ്തഫ മൗലവി പറഞ്ഞുവെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരണമുണ്ടല്ലോ. എന്നാൽ നജ്ജാഷി റഹിമഹുല്ലാ അമുസ്ലിമായിരുന്നുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ജനാസ നിസ്കരിച്ചുവെന്നും പറയുന്നത് ശരിയല്ല. ഖുർആനും സഹീഹായ ഹദീസും അതിന് വിരുദ്ധമാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, വിശ്വാസികൾ മാത്രമാണ് സഹോദരങ്ങൾ. ഇത് സൂറത്തുൽ ഹുജറാത്ത് 49-ാം അധ്യായം 10-ാം വചനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാഷിയെക്കുറിച്ച് പറഞ്ഞത്, ഇന്നൊരു സ്വാലിഹായ മനുഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു. അതിനാൽ എഴുന്നേറ്റ് നിങ്ങളുടെ സഹോദരനായ അസ്ഹമക്ക് ജനാസ നിസ്കരിക്കുക. നജ്ജാഷി എന്ന് പറഞ്ഞ ആ രാജാധിപത്യത്തിൻ്റെ പൊതുനാമാണ്. അദ്ദേഹത്തിൻ്റെ പേര് അസ്ഹമ എന്നായിരുന്നു. അപ്പോൾ ഇത് സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിങ്ങളുടെ സഹോദരൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അള്ളാഹു പറഞ്ഞത് വിശ്വാസികൾ മാത്രമാണ് സഹോദരങ്ങൾ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനാൽ നജ്ജാഷി മുസ്ലിമാണ്. മാത്രമല്ല അള്ളാഹു വ്യക്തമാക്കുന്നു, മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടുന്നത് നബിക്കും വിശ്വാസികൾക്കും യോജിച്ചതല്ല. മയ്യത്ത് നിസ്കാരത്തിൽ പാപമോചനം തേടലുണ്ട്. ആയത്ത് വ്യക്തമാക്കുന്നു, അമുസ്ലിമാണെങ്കിൽ പാപമോചനം തേടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്കും, അപ്പോൾ അന്ന് സഹാബികൾക്കും അത് യോജിച്ചതല്ല. അപ്പോൾ നജ്ജാഷി അമുസ്ലിമായിരുന്നെങ്കിൽ മയ്യത്ത് നിസ്കരിക്കൂല. അതിനാൽ നജ്ജാഷി മുസ്ലിമാണ്. അതിനാൽ നജ്ജാഷി അമുസ്ലിമായിരുന്നു, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ജനാസ നിസ്കരിച്ചു എന്ന വാദം തെറ്റാണ്, ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിങ്ങളുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തിന് ജനാസ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശ്വാസികൾ മാത്രമാണ് സഹോദരങ്ങളെന്ന് സൂറത്ത് ഹുജറാത്തിലെ 10-ാം വചനത്തിലും, മുശ്രിക്കുകൾക്ക് വേണ്ടി പാപമോചനം തേടുന്ന നബിക്കും വിശ്വാസികൾക്കും യോജിച്ചതല്ല എന്ന് സൂറത്ത് തൗബയിലെ 113-ാം വചനത്തിലും അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ നജ്ജാഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുസ്ലിമായി മരിച്ചുവെന്നത് ഈ വചനങ്ങൾ ശക്തമായ തെളിവുകളാണ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.